തക്കാളി ചന്തയിൽ നിന്ന് മേടിച്ചത് 45 രൂപയാണ്. അതേ തക്കാളി മുകളിൽ വരുമ്പോൾ 60 രൂപയാവും. തക്കാളി നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ 400 രൂപയായി മാറുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഒരേ തക്കാളി, ഒരേ വെള്ളം, ഒരേ ഫുഡ്, എവിടെ നിന്നാണോ നമ്മളിത് മേടിക്കുന്നത് അതിനനുസരിച്ച് പൈസ മാറുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ നോക്കുമ്പോൾ ഇത് നമുക്ക് ചെറിയൊരു ബിസിനസ് ആയിട്ട് തോന്നും. നമ്മൾ ആക്ച്വലി ഇതിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡിസ്റ്റർബിങ്ങും നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന പല സത്യങ്ങളും നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കും. ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന പ്രോഡക്ട്സ് മേടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ പേ ചെയ്യുന്ന സമയം സേവ് ചെയ്യാൻ, എഫേർട്ട് ലാഭിക്കാൻ, ഇൻകൺവീനിയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കാര്യം മോഡേൺ ആയിട്ടുള്ള എല്ലാ കമ്പനീസിനും വളരെ നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം മേക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ബ്രാൻഡ്സ് കോടിക്കണക്കിന് രൂപ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ചെയ്യുന്നു? എന്തുകൊണ്ട് ആപ്സ് നോട്ടിഫിക്കേഷനിൽ ഒബ്സസ്ഡ് ആവുന്നു? എന്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കുന്നു? എന്തുകൊണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഇപ്പോഴും നമുക്ക് വർക്ക് ആവുന്നു? ഈ പറയുന്ന എല്ലാ കമ്പനികളും ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. മിക്ക ആളുകളും വിശ്വസിക്കുന്നത് ലൈഫ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയി എന്നാണ്. പക്ഷെ ചിലപ്പോൾ അത് ഹാഫ് സത്യമാണെങ്കിലോ. ഈ വീഡിയോയിൽ പൈസ കൂടിയതിനെ പറ്റിയൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കൺവീനിയൻസ് തന്നെ ജീവിതത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ. ഇത്രയും സൗകര്യം നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിന് ആക്ച്വലി ആവശ്യമുള്ളത് ഷാർജ ഷവർമയൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് വാങ്ങിക്കാതെ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നത്. ആൻഡ് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം സംഭവിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് വേണ്ടത് എന്താണോ അത് പയ്യെ പയ്യെ കൺവീനിയൻസ് ആയി തുടങ്ങി. നമ്മുടെ കൺവീനിയൻസ് പയ്യെ നെസസിറ്റി ആയി. മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ നമ്മൾ കടയിൽ പോകാൻ മടിക്കുന്നു. കാരണം ഒരു 10-20 എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വെള്ളം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. പലരും ഈ കൺവീനിയൻസിനെ നെസസിറ്റി ആയിട്ട് കാണുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇറിറ്റേഷൻ വന്നു തുടങ്ങി എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ഡെലിവറി കൊടുക്കാൻ വില്ലിങ് ആവുന്നു. ഇപ്പൊ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക, മലക്കറി മേടിക്കണം, സവാള, സ്പൈസ്, ഗ്യാസ്, സമയം, ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാം. കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. നമ്മൾ ഇൻഡിവിജ്വലി സാധനങ്ങൾ വാങ്ങിക്കുന്ന കുറച്ച് തുടങ്ങി. ആൻഡ് ആക്ച്വലി ഇത് ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് എല്ലാ ഇൻഡസ്ട്രീസും മോഡേൺ കമ്പനീസും ഇതുമായിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞു. അല്ലെങ്കിൽ അവരിത് പുഷ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ ട്രാപ്പ്, കൺവീനിയൻസ്. നമ്മൾ ഈ കാണുന്ന എല്ലാ ഐറ്റത്തിനും നമ്മൾ പോലും അറിയാതെ ബാക്കിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇരിക്കുന്ന 100 രൂപയുടെ ഈ ബിരിയാണി, റെന്റ്, ഇൻഗ്രീഡിയൻസ്, സ്റ്റാഫ്, ഗ്യാസ്, പാക്കിംഗ്, വേസ്റ്റ്, ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 10-25 രൂപ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. നമുക്ക് ആദ്യം സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ഥലത്ത് തന്നെ തുടങ്ങാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറ് നിന്റെ മുത്താരം. ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, മുത്തൂല് ഞാൻ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് തുടങ്ങിയത്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മൈൻഡ് സെറ്റിലാണ് തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് തുടങ്ങിയപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ 5-6 മാസം വരെ സ്ട്രഗിൾ ആയിരിക്കും. കടയിൽ കട 24 hours ആണ്. ചിലപ്പം കട 24 മണിക്കൂറും എനിക്ക് 18 മണിക്കൂറും വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പം സ്റ്റാഫ് പെട്ടെന്ന് ലീവ് എടുക്കാറുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലും അറിഞ്ഞപ്പോ എനിക്ക് ചായ അടിക്കാൻ അങ്ങനെ കുറച്ച് അറിയാം, ചായ അടിക്കാൻ അറിയാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ബാക്കി നമ്മൾ സപ്ലൈ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നും അറിയാൻ നമ്മൾ ഇറങ്ങിയ പാടായിരിക്കും. ഇറങ്ങുന്നത് നല്ല തന്നെ, പക്ഷെ ഇതെല്ലാം ഉൾക്കൊണ്ട് ബിസിനസ് കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയ ബെറ്റർ ആയിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ 8 ഒരു പണയം വെച്ചിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. ക്യാഷ്വല്ല റോൾ ചെയ്തത്. നമ്മളിപ്പോ ബഡ്ജറ്റ് ചിലപ്പോൾ 5 ലക്ഷം ആയിരിക്കും. നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ 8 ലക്ഷം രൂപ. അപ്പൊ അത് പോസിറ്റീവ്സ് നമ്മൾ അത്രയും ക്യാഷ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇറങ്ങുക. ഇല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. സത്യം പറഞ്ഞാൽ എല്ലാം റോളിംഗ് ആണ് പോകുന്നത്. ഇപ്പൊ ഞാനും ബിസിനസ് നോക്കിയപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടും ആ മൈൻഡ് സെറ്റിലാണ് വന്നത്. പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മള് എല്ലാവരും റോളിങ്ങിലാണ് പോകുന്നത്. മാക്സിമം ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് സെറ്റ് ആവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു റെസ്റ്റോറന്റ് തുറക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും പലരും കാണുന്ന വലിയൊരു സ്വപ്നമാണ്. പക്ഷെ ഇതിന്റെ എക്കണോമിക്സ് ബ്രൂട്ടലി അൺഫോർഗിവിംഗ് ആണ്. കറക്റ്റ് കണക്കുകളൊന്നും അറിയില്ലെങ്കിലും വളരെ വലിയൊരു ശതമാനം റെസ്റ്റോറൻറ്റ്സ് ആദ്യത്തെ 5 വർഷം കടക്കാറില്ല. റെന്റ് കൂടുന്നത്, ലേബർ ചാർജ് കൂടുന്നത്, ഫുഡിന്റെ ഇൻഫ്ലേഷൻ, കടം, ഓപ്പറേഷണൽ പരമായിട്ടുള്ള പല മിസ്റ്റേക്സും ഇതിനെ ഏഡ് ചെയ്യാറുണ്ട്. ഒക്കേഷണലി ഒരു പുതിയ പ്ലെയർ മാർക്കറ്റിൽ വലിയൊരു ക്യാപിറ്റലായിട്ട് എൻ്റർ ചെയ്യും. ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ്സ് പോലെയല്ല. ഇവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണത് ചിലപ്പോൾ ഇമീഡിയറ്റ് ആവണമെന്നില്ല. അവർക്ക് ഗ്രോത്ത് പ്രയോറിറ്റൈസ് ചെയ്യാം, കസ്റ്റമറിനെ കൂടുതൽ കൊണ്ടുവരുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാം, മാർക്കറ്റ് ഷെയർ കൂട്ടുന്നതിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഭയങ്കര കുറവായിരിക്കും, പക്ഷെ ആരോ എവിടെയോ ബില്ലടയ്ക്കുന്നുണ്ട്. ഇത് സർവൈവ് ചെയ്യാനായിട്ട് റെസ്റ്റോറൻറ്റ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഡെലിവറി പ്ലാറ്റ്ഫോംസിലേക്ക് മാറും. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഫേവററ്റ് ഓർഡർ ബിരിയാണിയുടെ മാത്ത് ഒന്ന് കൂട്ടി നോക്കാം. സാധാരണ ബിരിയാണി ഒരു 100 രൂപയ്ക്ക് നമുക്കൊരു ലോക്കൽ സ്പോട്ടിൽ കിട്ടും. ഇത് ഡെലിവറി ആപ്പിലേക്ക് വരുന്ന സമയത്ത് 180 രൂപയായിട്ട് നമ്മൾ കാണും, കമ്മീഷനും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട്. ഇനി ഇതിനെ
നമ്മൾ ഡെലിവറി ഫീ, പ്ലാറ്റ്ഫോം ഫീ എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 200-220 ആയിട്ട് നമുക്ക് കൂട്ടാം. 100 രൂപയുടെ ബിരിയാണി നമ്മൾ മേടിക്കുമ്പോൾ 220 രൂപയാവുകയാണ്. 120 രൂപ കൺവീനിയൻറ്റ് ഫീസ് കൊടുക്കുകയാണ്. ഇതാരാ കൊടുക്കുന്നത്? ഇതെല്ലാം നമ്മളാ കൊടുക്കുന്നത്. ഫുഡിന്റെ ഇരട്ടി പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആക്ച്വലി ബിരിയാണീനെ പറ്റിയിട്ടല്ല, ഇത് നമ്മുടെ മോഡേൺ എക്കണോമിയുടെ ബ്ലൂ പ്രിന്റ് ആണ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് ബിരിയാണിയും യൂസ് ചെയ്തതേ ഉള്ളൂ. ലോക്കൽ റെസ്റ്റോറൻറ്റ്സിൽ നടക്കുന്നത് തന്നെയാണ് റീറ്റെയിലും ട്രാൻസ്പോർട്ടേഷനിലും എന്റർടൈൻമെന്റിലും നടക്കുന്നത്. പ്രോഡക്റ്റ് ആക്ച്വലി സെക്കൻഡറി ആണ്. ബിരിയാണി ആക്ച്വലി എക്സ്പെൻസീവ് ആയതല്ല, നമ്മുടെ പേഷ്യൻസ് ചീപ്പായതാണ്. നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിരുന്നു. ആൽക്കഹോൾ, സിഗരറ്റ്, വുമൺ, ഗാംബ്ലിംഗ്, ടെലിവിഷൻ, ഫാസ്റ്റ് ഫുഡ്, വീഡിയോ ഗെയിം, സോഷ്യൽ മീഡിയ, ഷോപ്പിംഗ്. ഈ അഡിക്ഷൻസിനെല്ലാം പ്രശ്നം വരുന്നത് അത് എക്സസ് ആവുമ്പോഴാണ്. കൺവീനിയൻസിനെ പറ്റി എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കൺവീനിയൻസ് അഡിക്ഷനായി മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ റെഗുലർ ഓർഡർ ചെയ്യുന്ന ഒരാളാണ്. ഇവൻ ദ സ്മോളസ്റ്റ് തിങ് വി ബൈ നാ കോക്കനട്ട് വാട്ടർ വേണം, നമ്മൾ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യും അല്ലേ നമ്മൾ. പക്ഷേ ആക്ച്വലി വി ഡു ഇറ്റ്. പക്ഷെ നമ്മൾ ആ വെളിയിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്ന ആ ഹാബിറ്റ് പോയി. അത് കാരണം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദി ഡേ ഈവനിങ് പുറത്തു പോയാണ് കഴിക്കുന്നത്. അപ്പം പുറത്ത് പോയി നല്ല രീതിയിൽ പൈസ ചെലവാക്കുന്നതിൻ്റെ കൂടെയാണ് ഇങ്ങനെ പൈസ കളയുന്നതെന്ന് കണ്ടുപിടിച്ചപ്പോൾ അത് ഷോക്കിംഗ് ആയിരുന്നു. അതൊന്നും ട്രിവാൻഡ്രത്തേക്കൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂരൊക്കെ ആൾക്കാർ മാക്കും PS5 ഒക്കെയാണ് ബ്ലിങ്കിറ്റ് വഴി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇനി ഫ്യൂച്ചർ. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ പേ ചെയ്യുന്നത് കൺവീനിയൻസിനാണ് ഇനി മുന്നോട്ട്. ഒരു കോട്ട ഷവായി കഴിക്കാന്ന് വിചാരിച്ചു, അത് ഇവിടെ വന്നേ കഴിക്കത്തുള്ളൂ. കാരണം ഓർഡർ ചെയ്യുമ്പോൾ ഏകദേശം 280 സംതിങ് വരും. അതിനേക്കാളും കുറച്ച് നമുക്ക് സാധനം കിട്ടും. ബിക്കോസ് ഇറ്റ്സ് സോ ഈസി ടു ഗെറ്റ് ഇറ്റ്. ഇപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു കുക്ക് ഫോർ എക്സാമ്പിൾ, ഒരു സ്വിഗ്ഗി പോയി പ്രസ് ചെയ്തു, 5 minutes ഫുഡ് ഇസ് ദെയർ. പിന്നെ എനിക്ക് ഈ പ്രൈം സബ്സ്ക്രിപ്ഷൻ, ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പോൾ ഈ കൺവീനിയൻസ് ഫീ അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ അതിൽ മാറി കിട്ടാറുണ്ട്. അപ്പോൾ അത് നല്ല തീരുമാനമാണോ ചീത്ത തീരുമാനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ എടുക്കാത്ത ഒരാളിനേക്കാൾ കുറവാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഡ്വാൻറ്റേജസ്. കാരണം എനിക്ക് 2 ഫോണുണ്ട്. ഈ ഒരു ഫോണിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആപ്പും ഒരെണ്ണത്തിൽ ഇല്ലാത്ത ആപ്പും. എൻ്റെ ഒരേ വീട്ടിൽ നിന്ന് ഒരേ ടൈമിൽ 2 സെയിം ആപ്പ് ഉപയോഗിച്ച് ഒരേ ഹോട്ടലിൽ നിന്ന് ഒരേ ഐറ്റം മേടിക്കാൻ നോക്കിയപ്പം ഒരെണ്ണത്തിൽ അവരെനിക്ക് ഓഫർ തരാമെന്ന് പറയുന്നു, മറ്റേതിൽ എനിക്ക് ഓഫറില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ മറ്റേത് പുതിയ അക്കൗണ്ട് ആക്കി. അത് പുതിയ അക്കൗണ്ടും അല്ല, ഒരുപാട് യൂസ് ചെയ്ത അക്കൗണ്ട് തന്നെയാണ്. ഈ സബ്സ്ക്രിപ്ഷനാണ് കിട്ടാത്തത്. സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നില്ല. എക്സ്പെൻസസിന് ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും സ്വിഗ്ഗി ചിലവാക്കുന്ന പൈസ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇപ്പം എൻ്റെ ഫോണിൽ ഈ ഒരു ആപ്പും ഇല്ല. സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ് ഒന്നുമില്ല. വലിയ ഇതൊന്നുമില്ല. അത് ഇല്ലാതെ ഇരിക്കുന്ന കുറച്ചും കൂടെ ബെറ്റർ. സാലറി അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഇൻകം കൂടുന്നതിനനുസരിച്ച് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ എൻ്റെ പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്. അത്രയും പൈസ ആളുകൾ ഉണ്ടാക്കുന്നുണ്ടോ? മോസ്റ്റ്ലി ഇല്ല. അതില്ലടാ, ഇല്ല. ഐ തിങ്ക് ഇല്ലാന്ന് തന്നെ കിട്ടാറില്ല. ആ ഒരു ക്വസ്റ്റ്യൻ, അത്ര പൈസ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്ന, ഇവിടെ ആക്ച്വലി നമ്മൾ സമയം പോകുന്ന അറിയത്തേ ഇല്ല. കാരണം ഇവിടെ ആക്ച്വലി ക്ലോക്ക് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും യഥാർത്ഥത്തിൽ എത്രത്തോളം നമ്മുടേതാണ്. ഞാനൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് തിങ്കർ എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം. എന്ത് മേടിക്കണം, എന്ത് കഴിക്കണം, എന്ത് ഫോളോ ചെയ്യണം, എന്ത് കാണണം, ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് ധരിക്കണം, എന്ത് വിശ്വസിക്കണം, ഇതെല്ലാം എൻ്റെ ചിന്തയെന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ഡിസിഷൻസ് പലപ്പോഴും ഞാൻ പോലും അറിയാതെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അത് ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ. മോഡേൺ എക്കണോമി ഒരിക്കലും നമ്മുടെ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ഫൈറ്റ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ അറ്റൻഷൻ. എല്ലാ ദിവസവും ആയിരക്കണക്കിന് കമ്പനികൾ, അഡ്വർടൈസ്മെന്റ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അൽഗോരിതം തന്നെ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നു, നമുക്ക് എന്ത് ആഗ്രഹമാണുള്ളത്, നമ്മൾ എന്തൊക്കെ ചൂസ് ചെയ്യുന്നു, ഈ സിഗ്നൽസിലാണ് എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെന്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷെൽഫിൽ നമുക്ക് കയ്യെത്താൻ ദൂരത്തിരിക്കുന്ന സാധനം ആക്ച്വലി നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്നതും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ആവാം. പക്ഷേ ഷെൽഫിന്റെ ഏറ്റവും അടിയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നുമില്ല, അതിന്റെ വിലയും കുറവായിരിക്കും. നമ്മുടെ ഫോണിൽ വരുന്നൊരു നോട്ടിഫിക്കേഷൻ, അതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഫോക്കസ് ഇന്ററപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കടയിൽ കാണുന്ന ഓരോ ഡിസ്കൗണ്ടുകളും നമ്മൾ നേരത്തെ എടുക്കണം എന്ന് വെച്ചിരുന്ന തീരുമാനങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ കാണുന്ന സമയത്ത് റെക്കമെൻഡേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഞാൻ എന്ത് വീഡിയോ കാണണം
ഓൾറെഡി ഡിസൈഡ് ചെയ്യാണ്. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ഒരിക്കലും സിമ്പിൾ ആയിട്ട് സിസ്റ്റം നാവിഗേറ്റ് ചെയ്യാറില്ല. നമ്മുടെ ഓരോ ക്ലിക്കും, നമ്മുടെ ഓരോ സ്വൈപ്പും, നമ്മുടെ ഓരോ പർച്ചേസും, ഇമ്പൾസ് ആയിട്ടുള്ള പല ഡിസിഷൻസും ഇതെല്ലാം ടൈഡപ്പ് ആയിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ്. സൈക്കോളജിസ്റ്റ്, മാർക്കറ്റേഴ്സ്, എക്കണോമിസ്റ്റുകൾ, ഡേറ്റാ സയന്റിസ്റ്റ്, പ്രോഡക്റ്റ് ഡിസൈനേഴ്സ്, അൽഗോരിതം എഞ്ചിനീയേഴ്സ്, ഇവരുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ആളുകൾക്ക് എന്ത് വേണം എന്ന് മനസ്സിലാക്കുന്നതല്ല. ഇവരുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൺവീനിയൻസ് എന്ന് പറയുന്നത് എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാബിറ്റ്സ് ഒക്കെ കൾട്ടിവേറ്റഡ് ആണ്. മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് എഫക്റ്റീവ് ഇൻഫ്ലുവൻസ് എപ്പോഴും ഇൻവിസിബിൾ ആയിരിക്കും. ഏറ്റവും വലിയ മാനിപ്പുലേഷൻ ഒരിക്കലും മാനിപ്പുലേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇത് എപ്പോഴും നമുക്കൊരു ചോയ്സ് ആയിട്ടേ തോന്നത്തുള്ളൂ. പൈസ ഇച്ചിരി കുറവൊക്കെ ആയിട്ടുള്ളവർ ചീപ്പായിട്ട് ജീവിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി സത്യമല്ല. അവർക്കാണ് കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരുന്നത് ലോങ് റണ്ണിൽ. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ 2 കുട്ടികളെ മനസ്സിൽ സങ്കല്പിക്കണം. ഒരാൾ അരുൺ, ഒരാൾ ബിജു. അരുണിന് 100 രൂപയുണ്ട്, ബിജുവിന് 10 രൂപയുള്ളൂ. 2 പേർക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചോക്ലേറ്റിന്റെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. പാക്കറ്റ് ആയിട്ട് മേടിച്ചാൽ 100 രൂപയ്ക്ക് കിട്ടും. അരുണിന് 25 ചോക്ലേറ്റ് 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. അരുണിന്റെ ഒരു മുട്ടായിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 4 രൂപയാണ്. പക്ഷെ ബിജുവിന് ഒരു ചോക്ലേറ്റേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബിജുവിന് 25 ചോക്ലേറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ബിജു ആക്ച്വലി 125 രൂപ സ്പെൻഡ് ചെയ്യണം. അരുണേം കാട്ടി 25 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഷോപ്പ് കീപ്പർ പറ്റിച്ചോ കാര്യങ്ങളൊന്നുമല്ല. പുള്ളി ഒരു ബാഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തതോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ പുള്ളിയുടെ ബൾക്കായിട്ട് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ഇത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഷാമ്പു വാങ്ങിക്കുമ്പോൾ, കോഫി വാങ്ങിക്കുമ്പോൾ, വെള്ളം മേടിക്കുമ്പോൾ, ബസ്സിൽ ടിക്കറ്റ്, ഡെയിലിയും മന്ത്ലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തിന്? നമ്മൾ റീചാർജ് ചെയ്യുന്ന ഫോണ് വർഷം റീചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം 2 മാസത്തെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പൈസ ഉള്ള ആൾ ഒരിക്കലും മേടിക്കുന്നു, പൈസ ഇല്ലാത്ത ആൾ പിന്നും മേടിക്കുന്നു. ആൻഡ് പിന്നും മേടിക്കുന്നതിന് ഒരു ഹിഡൻ ടാക്സ് ഉണ്ട്. 1 ലക്ഷം രൂപയുടെ ഐഫോൺ മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിച്ചോ, അത് 12 മാസത്തിലേക്ക് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് നമുക്കത് മേടിക്കാൻ പറ്റുന്നുണ്ട്. അത് സ്വന്തമായിട്ട് മാറുന്ന സമയം നമ്മൾ ഏകദേശം ഒരു 10-12,000 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. ഈ പൈസ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് കൂടുതൽ സമയമുണ്ട്, കൂടുതൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്, കുറച്ചും കൂടെ മൊബിലിറ്റി അവൈലബിൾ ആണ്, കുറച്ചും കൂടെ പേഷ്യൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ അവർ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. പാവപ്പെട്ട ആളുകൾ ആക്ച്വലി ലാക്ക് ചെയ്യുന്നതും അത് തന്നെയാണ്. ആ ഒരു ബ്രീത്തിങ് ഡിഫറെന്റ് ആണെന്ന് തോന്നും. പക്ഷെ ഇവരെല്ലാം നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്വിഗ്ഗി നമുക്ക് വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യും. ആമസോൺ നമ്മുടെ വീട്ടിൽ പ്രോഡക്ട്സ് എത്തിക്കും. നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് സിനിമ വീട്ടിലിരുന്ന് കാണാം. ആപ്പിൾ എക്കോസിസ്റ്റം നമ്മുടെ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്തു. പണ്ട് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് പരിപാടിയായിരുന്നു. ഇന്ന് അതൊരു ബട്ടൺ ആയിട്ട് മാറി. പൈസ കുറവുള്ളവർ ചീപ്പായിട്ട് ജീവിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ആക്ച്വലി പൈസ കുറവുള്ളവരാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് കൂടുതൽ പൈസ ചെലവാക്കുന്നത്. ടെക്നോളജി ഒരു പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ കൺവീനിയൻസിന് ആക്ച്വലി ഒരു കോസ്റ്റ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ. കാരണം ഇത് സാധാരണ ഒരു വീഡിയോ പോലെയല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് വർക്ക് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടാവും. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങളിവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.